പ്രൈസ് ദ ലോർഡ്. എങ്ങനെയുണ്ട് സങ്കീർത്തന കച്ചേരി? ഇനി ഇത് നിങ്ങൾ ധ്യാനത്തിനൊക്കെ പാടുമോ? ധ്യാനത്തിന് പാടിയാൽ പോരാ, എല്ലാ ദിവസവും സങ്കീർത്തനമായിരുന്നു ഈശോയുടെ ജീവിതത്തിൻ്റെ താളം. ഈശോയുടെ ജീവിതം ഓരോ ദിവസവും മാതാവിൻ്റെയും ഔസേപ്പിതാവും എല്ലാം ഈ സങ്കീർത്തനങ്ങൾ എന്ന് മാത്രമല്ല, ഇസ്രായേൽ മുഴുവനും വിശുദ്ധ ജെറോമെല്ലാം ജെറുസലേമിൽ പോയി ഗുഹയിലിരുന്ന് വിശുദ്ധ ലിഖിതങ്ങളെക്കുറിച്ചുള്ള ഗവേഷണം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ പറഞ്ഞിരിക്കുന്നത്, ഇസ്രായേൽ ജെറുസലേമിൽ എല്ലായിടത്തും കേൾക്കാവുന്ന ഒന്ന് സങ്കീർത്തനങ്ങൾ മാത്രമാണ്. സങ്കീർത്തനങ്ങൾ ഒഴിച്ച് ഒന്നും അവിടെ കേട്ടിരുന്നില്ല എന്ന്. പാടത്ത് പണിയെടുക്കണവരും സങ്കീർത്തനം, അടുക്കള വേല എടുക്കണവരും സങ്കീർത്തനം, ഉഴുവാൻ പോണവരും സങ്കീർത്തനം, അങ്ങനെ എല്ലാവരും ഒരു സങ്കീർത്തനം ഇപ്പം എൻ്റെ ഉള്ളിൽ വരികയാണ്. ഒരു കാര്യം 27-ാം ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു, ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു. ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു, ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു. കർത്താവിന്റെ മാധുര്യം ആസ്വദിക്കാനും കർത്താവിന്റെ ആലയത്തിലവിടുത്തെ ഹിതമാരായാലും വേണ്ടി ജീവിതകാലം മുഴുവൻ അവിടുത്തെ ആലയത്തിൽ വസിക്കാൻ തന്നെ. ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു, ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു. കർത്താവിന്റെ മാധുര്യം ആസ്വദിക്കാനും കർത്താവിന്റെ ആലയത്തിലവിടുത്തെ ഹിതമാരായാലും വേണ്ടി ജീവിതകാലം മുഴുവൻ അവിടുത്തെ ആലയത്തിൽ വസിക്കാൻ തന്നെ. ഇതാണ് ഈ ഹമാര തമന്ന, ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. എന്താണ്? ഒറ്റ കാര്യം. കണ്ടോ, കന്യാസ്ത്രീമാരൊക്കെ അവിടെ നിന്ന് സന്തോഷിക്കുകയാണ്. ഞങ്ങൾ ആ കാര്യം കിട്ടിയില്ലേ? ഒരു കാര്യം. നമ്മൾക്കും കുറവൊന്നുമില്ല. നമ്മളതിൻ്റെ ഇടയ്ക്ക് ഇത്തിരി കുടുംബജീവിതമൊക്കെ ചെയ്യുന്നുണ്ട്. കുടുംബജീവിതമൊക്കെ നടത്തിയാലല്ലേ നമുക്ക് പിള്ളേരൊക്കെ ഉണ്ടാക്കി അച്ഛന്മാരും കന്യാസ്ത്രീ ആക്കാൻ പറ്റുള്ളൂ, ഇല്ലേ? എല്ലാവരും അച്ഛനും കന്യാസ്ത്രീ ആയാൽ പിന്നെ ഇനി അച്ഛനും കന്യാസ്ത്രീ എങ്ങനെ ഉണ്ടാവും? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ കുടുംബസ്ഥരായിട്ടുള്ളവർ ഒരു കാര്യം, നമ്മുടെ ഒരു കാര്യം, അങ്ങനെ നമ്മൾ ആ ദൈവ ജ്ഞാനമുള്ള മാതാപിതാക്കളായി, ദൈവവചനം നിറഞ്ഞ മാതാപിതാക്കളായി, ദൈവത്തോടൊപ്പം എപ്പോഴും ആയിരിക്കുന്ന മാതാപിതാക്കളായി, അതിനിടയിൽ നമ്മൾക്ക് മക്കളുണ്ടായി. ഇനി ഈ മക്കളെ നമ്മൾ എവിടെ വിടണം? പറയും. അവരെ അച്ഛനാകണോ, കന്യാസ്ത്രീ ആകണോ? വേണോ വേണ്ടയോ? വേണം എന്ന് വിചാരിച്ച് എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. കുറേ പേര് തോമസ് പോളിൻ്റെ മാതിരിയുള്ള വചനപ്രഘോഷകരും ആകാൻ പാടില്ലേ? അതും ആകണം. അപ്പോൾ അച്ഛന്മാർ വേണം, കന്യാസ്ത്രീമാർ വേണം, വചനപ്രഘോഷകർ വേണം. അങ്ങനെ ഈ ദൈവവചനത്താൽ നയിക്കപ്പെടുന്ന, ദൈവവചനം നിറഞ്ഞ വൈദികരും സിസ്റ്റേഴ്സും കുടുംബസ്ഥരും. അപ്പോൾ ദൈവരാജ്യം സമാഗതമായി. അങ്ങനെയുള്ള ഒരു പുതിയ ജീവിത രീതിയാണ് ദൈവരാജ്യത്തിൻ്റെ ഒരവസ്ഥ. ഇസ്രായേൽക്കാർ വിചാരിച്ചു, യഹൂദർ വിചാരിച്ചു, ഞങ്ങൾക്ക് യൂതന്മാർക്കൊരു പുതിയ രാജാവ്, യൂതന്മാരുടെ മാത്രം ഒരു രാജാവ് ഉണ്ടാകാൻ പോവുകയാണ്. പിന്നെ നമ്മൾ റോമാ രാജാവുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അവന്മാർക്ക് ചുങ്ക കൊടുക്കേണ്ട ആവശ്യവുമില്ല എന്ന ഒരു പൊളിറ്റിക്കൽ കിങ്ഡമാണെന്നാണ് പലരും വിചാരിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഇടക്കാലത്ത് സ്നാപകയോഹന്നാനൊരു സംശയം വന്നു.
അതുകൊണ്ടാണ് അദ്ദേഹം ആളെ അയച്ചു, വരാനിരിക്കുന്നവൻ അങ്ങ് തന്നെയാണോ? കാരണം ഈ ഒരു പൊളിറ്റിക്കൽ കിങ്ഡം ആണോ അതോ ഒരു ആത്മീയ രാജ്യമാണോ? അതിൻ്റെ ക്ലാരിഫിക്കേഷനാണ് ഈശോ കൊടുത്തത്. നീ പോയി പറയ്. എന്ത് പറയും? നീ ഇത്രയും പറഞ്ഞാൽ മതി, അന്ധർ കാണുന്നു. അതിൻ്റെ അർത്ഥം നമ്മൾ ഈ കാണുന്ന മാതിരത്തെ അന്ധത മാറ്റുന്നതല്ല അതിൻ്റെ അർത്ഥം. ബധിരർ കേൾക്കുന്നു. അപ്പം ഈ അന്ധർ കാണുന്നു എന്നെല്ലാം പറയുന്നത് ജ്ഞാനം നിറയുന്നു. ഒരു പുതിയ ജ്ഞാനം ഇതാ വന്നിരിക്കുന്നു. അതൊരു പൊളിറ്റിക്കൽ കിങ്ഡത്തിൻ്റെ അല്ല, ദൈവരാജ്യത്തിൻ്റെ ജ്ഞാനം. ദൈവരാജ്യം പ്രഘോഷിക്കപ്പെടുന്നു. ഓക്കെ, കുമ്പസാരിക്കണമല്ലോ അല്ലേ? ഇപ്പോൾ കുമ്പസാരത്തിനും കൂടി ഒരുക്കമായിട്ടാണ് നമ്മളിപ്പോൾ നീങ്ങുന്നത്. എന്നാൽ അതേസമയം ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി. ഓ പരിശുദ്ധാത്മാവേ, ഈശോയുടെ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ആദ്യ, മർക്കോസിൻ്റെ സുവിശേഷം അനുസരിച്ച് ആദ്യ പ്രഘോഷണമാണ് നമ്മൾ കേട്ടത്. 1:15, മർക്കോസ് 1:15. എന്താണത്? അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. ഇപ്പോൾ സമയം പൂർത്തിയായി എന്നുള്ളത് മനസ്സിലായോ ഇല്ലയോ? മനസ്സിലായില്ലേ? ദൈവത്തിൻ്റെ, ഒന്നും കൂടി കൈയെടുത്ത് വലതുകരം, ദൈവത്തിൻ്റെ അനന്തമായ സമയം, നിത്യമായ സമയം, നിത്യജീവനായ സമയം അനന്തമല്ലാത്ത മനുഷ്യനിലേക്ക് ഇറങ്ങി വന്നു. ദൈവം മനുഷ്യനായി അവതരിച്ചു. ആ ദൈവമനുഷ്യൻ മനുഷ്യനിൽ ലയിച്ചപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ മനുഷ്യൻ്റെ സമയം അനന്തമായി മാറി. അവനിൽ വിശ്വസിക്കുന്നവരെല്ലാം നിത്യജീവൻ പ്രാപിച്ചു. ഇത് കാണിച്ചപ്പോൾ വളരെ നിസ്സാരമായിട്ട് തോന്നിയില്ലേ? പക്ഷേ സംഭവം എന്തോ ഒരു വലിയ രഹസ്യമാണ്. ആ ബോധ്യത്തിലാണ് ഈശോ പറയുന്നത്, സമയം പൂർത്തിയായി. അപ്പോൾ ഈ മലയാളത്തിൽ ട്രാൻസ്ലേഷന് പലതിനും വാക്കുകളില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പലരും ഗ്രീക്ക്, ലാറ്റിനൊക്കെ പഠിക്കുന്നത്. അതും വേണമെങ്കിൽ ഇവിടെ അഭിഷേകാഗ്നിയിൽ അതിൻ്റെയും ഒരു സ്കൂൾ തുടങ്ങണം, നല്ലതാണ്. അത്യാവശ്യം കുറച്ച് ഗ്രീക്ക്, ലാറ്റിനൊക്കെ പഠിക്കാൻ ഇല്ലേ? എന്നാൽ ഈ ബൈബിൾ മനസ്സിലാവും എന്നുള്ളതാണ്. പല വാക്കുകളും മലയാളത്തിൽ, അതിൻ്റെ മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും ആ ഗ്രീക്ക് ഭാഷയിൽ അതിനെ ഉദ്ദേശിച്ചിരിക്കുന്ന അർത്ഥമല്ല മലയാളത്തിൽ. ഒരു കാര്യം ഞാൻ പറയാം, ഉദാഹരണം. ഇത് എക്സാക്റ്റ് ഗ്രീക്കിൻ്റെ അല്ല, എന്നാലും ഒരു ഉദാഹരണം പറയാം. നമ്മൾ പറയും, അല്ലെങ്കിൽ നമ്മുടെ മലയാളം ബൈബിളിൽ പറയുന്നത് അണലി സന്തതികളെ. ഇത് അത്ര വാത്സല്യം നിറഞ്ഞൊരു വാക്കല്ല ഇല്ലേ? നമ്മളെ സംബന്ധിച്ച് സന്തതി എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു വാത്സല്യത്തോടെ പറയുന്ന വാക്കല്ല സന്തതി എന്ന് പറയുന്നത്. കുഞ്ഞെ, പൈതലെ, മകനെ എന്നൊക്കെ പറയുമ്പോൾ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് നമ്മൾ അവരെ ശകാരിച്ച മാതിരിയാണ് തോന്നുന്നത്. ശകാരിച്ച മാതിരിയാണ്. ദൈവം ആര് ശകാരിച്ചാലും കരുണയാണ് ദൈവം. ഞാനൊരിക്കൽ അച്ഛന്മാരെ ധ്യാനിപ്പിക്കുകയാണ് തമിഴ്നാട്ടിൽ. അപ്പോൾ വേളാങ്കണ്ണിയിൽ വെച്ചായിരുന്നു ധ്യാനം. ഒരു തൂറ്റുക്കുരിൻ രൂപതയുടെ മുഴുവൻ അച്ഛന്മാരെയും വേളാങ്കണ്ണിയിൽ കൊണ്ടുവന്നിട്ട് വേളാങ്കണ്ണി റിട്രീറ്റ് സെൻറ്ററിൽ വെച്ചാൽ ധ്യാനം ഇംഗ്ലീഷിലാണ്, പക്ഷേ കുർബാനയൊക്കെ തമിഴിലായിരുന്നു. അപ്പോൾ അന്ന് സുവിശേഷം അച്ഛൻ വായിച്ചത് ഇതായിരുന്നു.
അണലിപ്പാമ്പിൻ പൈതങ്ങളെ നിങ്ങൾ എപ്പിടി നന്മ ചെയ്യ മുടിയും? ഞാൻ ആലോചിച്ചു പോയി, ദൈവമേ, അണലി എന്നല്ല, വിരിയൻ പാമ്പിൻ പൈതങ്ങളെ. ഇത് ട്യൂൺ ഇങ്ങനെ തന്നെയാണ് അച്ഛൻ വായിച്ചത്. വിരിയൻ പാമ്പിൻ പൈതങ്ങളെ നിങ്ങൾ എപ്പിടി നന്മ ചെയ്യ മുടിയും? ഞാനങ്ങ് അത്ഭുതപ്പെട്ടു. എൻ്റെ ദൈവമേ, ഞാൻ ഇത്രയും നാളും അണലി സന്തതികളെ നിങ്ങൾക്കെങ്ങനെ നന്മ ചെയ്യാൻ പറ്റും? അതാണ് നമ്മുടെ ആ ഭാഷ തന്നെ നമ്മൾ ശരിക്കും പഠിക്കണം, ഓരോ വാക്കുകളും. ഇപ്പം നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ആദ്യ വചനം കേട്ടില്ലേ? ആദിയിൽ വചനമുണ്ടായി. പക്ഷെ ഹിന്ദിയിൽ എങ്ങനെയാണ്? ആദിമേം ശബ്ദ ഥാ, ശബ്ദ ഈശ്വർ കെ സാത്ത് ഥാ, ശബ്ദ ഈശ്വർ ഹി ഥാ. കണ്ടോ? വാസ്തവത്തിൽ എൻ്റെ ആത്മീയ ജീവിതത്തിൽ എന്നെ മാറ്റിമറിച്ച വലിയൊരു കാര്യമാണ് ഈ ഒറ്റ വാക്ക്, ശബ്ദം. ആദ്യമേയും ശബ്ദത. ഞാൻ ഉടനെ ചെന്നത് ബൈബിൾ ഇങ്ങനെ നോക്കി വായിച്ചാൽ പോരാ, ബൈബിൾ കേട്ട് വായിക്കണം. അതിനുവേണ്ടി ഞാനൊരു ടേപ്പ് റെക്കോർഡർ ചെറുത് മേടിച്ച്, അന്ന് എൻ്റെ അടുത്ത് കാശൊന്നും ഉണ്ടായിരുന്നില്ല, അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കാശ് സംഘടിപ്പിച്ച് ഒരു ടേപ്പ് റെക്കോർഡർ മേടിച്ച്, ചെറിയ പോക്കറ്റ് ടേപ്പ് റെക്കോർഡർ. എന്നിട്ട് ഞാൻ തന്നെ അതിൽ വചനം റെക്കോർഡ് ചെയ്ത്, ആദ്യം റെക്കോർഡ് ചെയ്തത് എബ്രായർ 11-ാം അധ്യായമാണ്. യോം സുന്നേസെ വിശ്വാസം ഉത്പന്ന ഹോത്തായി, വിശ്വാസം വർദ്ധിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ എപ്പോഴും ഇത് കേട്ടുകൊണ്ട് നടന്നു. ഈ അന്നത്തെ ഒരു വാക്ക്മാൻ എന്ന് പറഞ്ഞൊരു സാധനമായിരുന്നു. അതിങ്ങനെ വെളിയിൽ വയ്ക്കും, അല്ലെങ്കിൽ പോക്കറ്റിലിട്ടിട്ട് അതിൻ്റെ ഒരു കോഡ് ഇങ്ങനെ വെച്ച്. അപ്പോൾ ആളുകൾ വിചാരിച്ച് ഇങ്ങേർക്ക് ചെവി കേൾക്കാൻ ഇത്തിരി കുറവാണ്, കേൾവി കുറവുള്ളത് കൊണ്ട് ചെവി കേൾക്കണം മിഷ്യൻ വെച്ചേക്കാമെന്ന് വിചാരിച്ചു. ബസ്സിലൊക്കെ പോകുമ്പോൾ ഓരോരുത്തർ ഇറങ്ങാറാകുമ്പോൾ കണ്ടക്ടർ അതേ ഇറങ്ങാനുള്ള സ്ഥലമായിട്ടാ, അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിക്കോ, മനസ്സിലായോ? മനസ്സിലായി മനസ്സിലായി. അദ്ദേഹത്തിന് എന്താ ചെവി കേൾക്കാൻ പാടില്ലെന്നാ തോന്നുന്നത്. ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും വിചാരിച്ചോട്ടെ. അങ്ങനെ വചനം കേട്ടു. എന്നിട്ട് ശ്രദ്ധിക്കണം, അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു ശുശ്രൂഷേനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ എന്നോട് ചിലവർ ചോദിച്ചു, സാർ എന്താ കേട്ടുകൊണ്ടിരിക്കണേ? ഹിന്ദി പാട്ടാണോ സിനിമ പാട്ടാണോ? നിനക്കറിയണോ? എന്നാൽ അറിഞ്ഞാൽ കൊള്ളാം. ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത് കർത്താവീശോ മിശിഹായുടെ വചനമാണ്. കാരണം വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. ഓടോ, അത് നല്ല കാര്യമാണല്ലോ. അപ്പോൾ എവിടെ നിന്ന് അങ്ങനെ ഒരു കാസറ്റ് എനിക്ക് കിട്ടും? സത്യം പറയുകയാണെങ്കിൽ അന്ന് ഒരിടത്തുനിന്നും ഈ കാസറ്റ് കിട്ടില്ലായിരുന്നു. ക്രിസ്തുവിൻ്റെ വചനമുള്ളൊരു കാസറ്റ് അന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിനക്ക് വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാം. ഓ, എനിക്ക് വേണ്ടി ഉണ്ടാക്കുമോ? ഉണ്ടാക്കും, നിനക്ക് വേണ്ടി ഒരു കാസറ്റ് ഞാൻ ഉണ്ടാക്കി തരാം. എന്നിട്ട് ഞാൻ ആലോചിച്ചു എങ്ങനെ ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ വേറൊരു വലിയ ടേപ്പ് റെക്കോർഡർ മേടിച്ച് ഒന്നിൽ നിന്ന് വേറൊന്നിലേക്ക് റെക്കോർഡ് ചെയ്യണം. രാത്രി ഇരുന്നിട്ട് ഇതിങ്ങനെ റെക്കോർഡ് ചെയ്യും. അപ്പോൾ ഭാര്യ പറയും, കിടന്നുറങ്ങ്. ഇല്ല, ഇത് നാളെ എനിക്ക് കൊടുക്കേണ്ടതാണ്. 12 മണിയായി, 1 മണിയായി. ഞാൻ തന്നെ ഇരുന്ന് ഈ കാസറ്റ് റെക്കോർഡ് ചെയ്ത് ഓരോരുത്തർക്ക് കൊടുക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായ നിന്നെ ഞാൻ വലിയ കാര്യം ഏൽപ്പിക്കും. ആ കാസറ്റ് പരിപാടി അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കറിയാലോ, കേരളത്തിൽ ട്രക്ക് കണക്കിന് കാസറ്റാണ് ഞാൻ കൊണ്ടുപോയി വിതരണം ചെയ്തത്. പ്രൈസ് ദ ലോർഡ്. ട്രക്ക് കണക്കിന്. ഒരിക്കൽ ഡിവൈനിലൊരു ധ്യാനത്തിന് 30,000 പേര് വന്നേക്കണു. ദൈവമേ, കാസറ്റ് ഉടനെ ഓർഡർ ചെയ്തു. ബാംഗ്ലൂരിൽ നിന്ന് ഒരു ട്രക്ക് നിറച്ച് കാസറ്റ് വന്നു. ധ്യാനിക്കാൻ പറ്റുന്നിടത്ത് കാശ് വല്ലതും ഉണ്ടാവുമോ? അത്യാവശ്യം ഫീസല്ലേ ഉണ്ടാവുള്ളൂ. പിന്നെ ചിക്കൻ എല്ലാവരും പറഞ്ഞു, ബ്രദറെ ക്യാസിൽ പിന്നെ തന്നാൽ മതി, മേടിച്ചു കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. നമുക്കറിയാമല്ലോ നമ്മുടെ സ്വഭാവം.
എനിക്കന്നേ അറിയായിരുന്നു. ചിലപ്പോൾ എൻ്റെ വിശ്വാസത്തിൻ്റെ കുറവുണ്ടായിരിക്കാം. അന്നത്തെ എൻ്റെ വിശ്വാസം ഇത്രേ ഉണ്ടായുള്ളൂ. ഇവർ കാശൊന്നും തരാൻ പോണില്ല എന്ന് തന്നെയായിരുന്നു എൻ്റെ വിശ്വാസം. എൻ്റെ വിശ്വാസം പോലെ സംഭവിച്ചു. കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നിട്ട് പറയാം, ബ്രദറേ, ഞാൻ ആ ഒരു പെട്ടി കാസറ്റ് മേടിച്ചിട്ടുണ്ടല്ലോ, എൻ്റെ അടുത്ത് കാശൊന്നും ഉണ്ടായില്ല, എനിക്ക് തന്നല്ലോ. ഞാൻ വീട്ടിൽ ചെന്നിട്ടേ എൻ്റെ ഒരു ചിട്ടി വിളിച്ചെടുത്തിട്ട് ഒരു വലിയ സെറ്റ് മേടിച്ചു. സെറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, ഈ വലിയ സ്പീക്കറൊക്കെ വെച്ചിട്ടുള്ള അന്നത്തെ ഒരു ഇതുണ്ടല്ലോ, സോണിയുടെ സെറ്റ് മേടിച്ചിട്ട് ഞാൻ വീട്ടിൽ വെച്ച് കാസറ്റ് വെച്ച് അങ്ങ് മുഴക്കി. 4 വശത്തുള്ള ആളുകൾ ഒരു ധ്യാന കേന്ദ്രം പോലെ എൻ്റെ വീട്ടിൽ വന്ന് എല്ലാ ദിവസവും ഒരു കാസറ്റ്, 30 കാസറ്റ്. അങ്ങനെ എൻ്റെ വീടൊരു ധ്യാന കേന്ദ്രം പോലെയായി. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ കാസറ്റിൽ നിന്ന് CD ആയി, CD-യിൽ നിന്ന് ടെലിവിഷനായി, ടെലിവിഷനിൽ നിന്ന് ഇൻ്റർനാഷണൽ ടെലികാസ്റ്റിംഗ് ആയി. ഇന്ന് ജർമ്മൻ ഭാഷയിൽ എനിക്കൊരു ടെലിവിഷൻ ചാനൽ വരെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈശോയുടെ ആ ജീവിതത്തെ മനോഹരമായ ചിത്രകഥകളാക്കിയിട്ട്, ആനിമേഷൻ ഫിലിംസ് ആക്കിയിട്ട്, ഇംഗ്ലീഷ്, മലയാളം, ജർമ്മൻ, അതാണ് ജീസസ് വണ്ടർ ആനിമേഷൻ ഫിലിം. നിങ്ങൾ ശാലോമിലൊക്കെ കാണുമ്പോൾ വിചാരിക്കണത് ഇത് അമേരിക്കയിലെ ഏതോ വലിയ കമ്പനി ഉണ്ടാക്കിയതാണെന്നാണ് എല്ലാവരും വിചാരിക്കണത്. പക്ഷേ ഇത് നമ്മുടെ നാട്ടിലെ ഈ തോമായും പാർട്ടിയും ഉണ്ടാക്കിയതാണെന്ന് ആർക്കും അറിഞ്ഞൂടാ. നമ്മളങ്ങനെ അറിയപ്പെടുമൊന്നും വേണ്ട. പക്ഷേ സംഭവം ഇന്ന് നോക്കുമ്പോൾ ചാനലുകളിൽ, ഒരുപാട് ചാനലുകളിൽ ഇത് ഫ്രീ ആയിട്ട് ഓടുകയാണ്. ഇൻ്റർനാഷണലായിട്ട് ഈ ക്വാളിറ്റിയിലുള്ള അനിമേഷൻ ഫിലിം ബൈബിളിനെ അടിസ്ഥാനമാക്കിയുള്ളത് വേറെ ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ അത് ചൈനീസിലാക്കിക്കൊണ്ടിരിക്കുകയാണ്, പാകിസ്ഥാനീസിലാക്കിക്കൊണ്ടിരിക്കുകയാണ്, അഫ്ഗാനിസ്ഥാനിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളവിടെ ചലനയ്ക്ക് മുമ്പ് അഫ്ഗാനിസ്ഥാനിലൊക്കെ പ്രഘോഷിക്കും ഇല്ലേ? അതുപോലെ തന്നെ ഫ്രഞ്ച്, ഇറ്റാലിയാനോ, പിന്നെ സ്പാനിഷ് ഓൾറെഡി നമുക്കുണ്ട് കുറച്ച്. ഇങ്ങനെ വിവിധ ഭാഷകളിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറയാണ്, ഇതിൻ്റെ എല്ലാം കാരണം ആദ്യമേ ശബ്ദ. ഇപ്പോൾ കാര്യം ലാംഗ്വേജിലേക്ക് പോയല്ലോ, കുമ്പസാരിക്കേണ്ടതാണേ താവേ. ഓൾറൈറ്റ്. അപ്പോൾ പറഞ്ഞു വന്നത്, വീണ്ടും നമ്മൾ വരാം. അണലി പാമ്പിൻ പൈതങ്ങളെ, നിങ്ങളെ എപ്പിടി നന്മ ചെയ്യ മുടിയും? അണലി പാമ്പിൻ കുഞ്ഞിൻ്റെ ഉള്ളിൽ വിഷം വന്നത് ആ കുഞ്ഞിൻ്റെ കുറ്റമാണോ? ശ്രദ്ധിക്കണം, ഇതെല്ലാം പറയുമ്പോൾ പാപം ചെയ്യാനുള്ള ഒരു ലൈസൻസ് ആണെന്ന് വിചാരിക്കരുത്. പക്ഷെ സത്യം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം നമ്മൾ പറഞ്ഞു, കർത്താവ് ഈശോമിശിഹാ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണു, പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണു, അപ്പോൾ പിന്നെ നമുക്കൊന്നും ചെയ്യണ്ടല്ലോ എന്നല്ല അതിൻ്റെ അർത്ഥം. ഇത് സത്യമാണ്. അങ്ങനെ സാവധാനം വിശുദ്ധിയുടെ പടവുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്കുണ്ടാകാൻ പോകുന്നൊരു അനുഭവം, പിന്നെ പാപം ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട്? കൃപ നമ്മളിൽ നിറയുന്നു. കൃപ വർദ്ധിക്കുന്നിടത്ത് അല്ല, പാപം വർദ്ധിക്കുന്നിടത്ത് കൃപ വർദ്ധിക്കുന്നു. എന്തിനാണത്? അപ്പോൾ കൃപ നിറഞ്ഞിരിക്കുമ്പോൾ ആ വെള്ളം കൊണ്ടുവരാമോ സിസ്റ്ററെ? ആ ജഗ്ഗിലെ വെള്ളം കൊണ്ട്, ജഗ്ഗിലെ വെള്ളം കൊണ്ട് ഞാനൊരു സൂത്രം കാണിച്ചു തരാം. ഇപ്പോൾ കുംഭസാരത്തിൻ്റെ ക്ലാസ്സാണെന്ന് വിചാരിച്ചോ. കുംഭസാരം എന്ന കൂദാശ എന്താണ്? കൂദാശ എന്ന് പറഞ്ഞാൽ, കൂദാശ എന്ന് പറഞ്ഞാൽ എന്താവുന്നു? അദൃശ്യമായ ദൈവകൃപയുടെ ദൃശ്യമായ അടയാളമാണ് കൂദാശ. അദൃശ്യമായ ദൈവകൃപയുടെ. സിസ്റ്റർ എന്നാ അവിടെ നിൽക്ക്, ഒരു മിനിറ്റ്. ഇതൊരാത്മാവാണ്.
ഈ ഗ്ലാസ് ഒരാത്മാവാണ്. ഈ ആത്മാവ് കുമ്പസാരിക്കാൻ പോവുകയാണ്. ഇത് കണ്ടോ, ഇതിൽ കൃപ പകുതിയോളം ഇല്ല. ബാക്കിയുള്ള സ്ഥലത്ത് എന്താ? ഈ കൃപയില്ലാത്ത സ്ഥലത്ത് എന്താണ്? പാപമാണ്. ഈ പാപത്തെ എങ്ങനെ എടുത്തു മാറ്റും? പാപം പോടാ പോടാ എന്ന് പറയണോ? കൃപ ഒഴുക്കണോ? ഇപ്പോൾ കൂദാശ എന്നത് അദൃശ്യമായ ദൈവകൃപയുടെ ദൃശ്യമായ അടയാളമാണ്. അടയാളമാണ് കൂദാശ എങ്കിൽ ആ അടയാളത്തിൻ്റെ പിന്നിലെന്തോ ഉള്ളത് കൊണ്ടല്ലേ ഇത് അടയാളം എന്ന് പറയണത്. അടയാളത്തിൻ്റെ പിന്നിൽ ആരാ ഉള്ളത്? സൗജന്യദാനമായി കർത്താവ് ഈശോ മിശിഹ കുരിശിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്ത് കൃപ ഒഴുക്കി കഴിഞ്ഞിരിക്കുന്നു. ഒഴുക്കി കഴിഞ്ഞോ? ആ ഒഴുക്കിയ കൃപ ഇപ്പോൾ കൗദാശികമായിട്ട് നമ്മിലേക്ക് വരുന്നു. ഇതാ കൂദാശ ആരംഭിച്ചു, കുമ്പസാരം ആരംഭിച്ചു. സാവധാനം സാവധാനം ഇച്ചിരി നീക്കി പിടിക്കും. കുമ്പസാരം ആരംഭിച്ചു. കൃപ 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 ഒഴുകുന്നു. കാണുന്നുണ്ടോ? കൃപ ഒഴുകുന്നു, കൃപ ഒഴുകുന്നു. പാപം പുറത്തു പോകുന്നു. കൃപ നിറയുന്നു. കൃപ നിറഞ്ഞു. കൃപ നിറഞ്ഞോ? കുമ്പസാരം കഴിച്ചു. താങ്ക് യു. ഇവിടെ വെച്ചോ. അപ്പോൾ കുമ്പസാരത്തിന് നമ്മൾ പോകുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ പാപത്തെക്കുറിച്ച് ബോധമുണ്ടാകണം. പാപബോധം. പാപം പാപം തന്നെയാണ്. പാപബോധം ഉണ്ടാകാൻ വേണ്ടിയാണ് കൽപ്പനകളെല്ലാം നമുക്ക് നൽകിയിരിക്കുന്നത്. കൽപ്പനയ്ക്ക് മുമ്പേ പാപം ഉണ്ടായിരുന്നോ ഇല്ലയോ? ഉണ്ടായിരുന്നോ ഇല്ലയോ? ഉണ്ടായിരുന്നു. കൽപ്പന വന്നു കഴിഞ്ഞപ്പോൾ കൃത്യമായിട്ടും നമ്മളോട് പറയുകയാണ് ഇത് 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 എല്ലാം പാപമാണ്. എന്നാൽ ക്രിസ്തു വന്നു കഴിഞ്ഞപ്പോൾ നമ്മളോട് പറയുകയാണ് ആ പാപമെല്ലാം ഞാൻ എടുക്കാനാണ് വന്നിരിക്കുന്നത്. ഞാൻ വന്നിരിക്കുന്നത് എന്തിനാണ് വന്നിരിക്കുന്നത്? നിന്നിലുള്ള പാപത്തെ ഏറ്റെടുത്ത് നിന്നെ പാപമില്ലാത്തവനാക്കാനാണ് വന്നിരിക്കുന്നത്. നിന്നെ ദൈവമകനാക്കാനാണ് വന്നിരിക്കുന്നത്. അതെങ്ങനെയാണ് ആക്കുന്നത്? അതിന് വലിയ രക്ഷാകര പദ്ധതിയാണ്. നിസാര പണിയൊന്നും അല്ലാതെ. അതിനുവേണ്ടിയാണ് ദൈവം മനുഷ്യനായി അവതരിച്ചത്. ഇതാ ഒരു വചനം വരുന്നു. 1 കൊറിന്ത്യസ് 15. നമ്മൾ ഒരു പ്രാവശ്യം വായിച്ചതാണെങ്കിലും വീണ്ടും ആ വചനം വരികയാണ്. 1 കൊറിന്ത്യസ് 15 1 മുതലുള്ള വചനം ഒന്ന് വായിച്ചേ. സഹോദരരെ, നിങ്ങൾ സ്വീകരിച്ചതും നിങ്ങളുടെ അടിസ്ഥാനമായി നിലകൊള്ളുന്നതും, കണ്ടോ, അടിസ്ഥാനമായി നിലകൊള്ളുന്നതും നിങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്യുന്നതുമായ സുവിശേഷം ഞാൻ എപ്രകാരമാണ് നിങ്ങളോട് പ്രസംഗിച്ചതെന്ന് ഇനി നിങ്ങളെ അനുസ്മരിപ്പിക്കാം. അതനുസരിച്ച് നിങ്ങൾ അചഞ്ചലരായി അതിൽ നിലനിന്നാൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാവുകയില്ല. എനിക്ക് ലഭിച്ചത് സർവപ്രധാനമായി കരുതി ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നു. ഇപ്പോഴും കാര്യം പറഞ്ഞിട്ടില്ലല്ലോ. വിശുദ്ധ ലിഖിതങ്ങളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ക്രിസ്തു വിശുദ്ധ ലിഖിതങ്ങളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം നാൾ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു. ഇതാണ് സുവിശേഷം. ക്രിസ്തു എഴുതപ്പെട്ടിരുന്നത് പോലെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരുന്നത് പോലെ മൂന്നാം നാൾ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു. ഇത് സംഭവിച്ചു കഴിഞ്ഞു എന്ന് നമുക്ക് വിശ്വാസത്തിന് ഒരു കുഴപ്പമില്ല അല്ലേ? വിശ്വസിക്കുന്നു. ഇനി എന്താണ്? ഇത് സംഭവിച്ചു കഴിഞ്ഞതിലൂടെ മനുഷ്യവംശത്തിൻ്റെ മുഴുവനും പാപം യേശു ഏറ്റെടുത്തു. ഇത് നമ്മൾ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നു. അപ്പോൾ പിന്നെ എന്തിനാ കുമ്പസാരിക്കണമെന്നായി?
ഇത് ഹിന്ദിയിലാണ്. വീണ്ടും ഹിന്ദിയിൽ കുമ്പസാരത്തിന് പറയണത് പാപ് സ്വീകാർ കറോ, പാപ് സ്വീകാർ करता है, मैं पाप स्वीकार करने के लिए गया. പാപ് സ്വീകാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപവും കൂടി കർത്താവ് ഏറ്റെടുത്തു. ആ പാപത്തിന് ഉന്മൂലനം ചെയ്ത് അതിനുള്ള കൃപ നൽകിക്കഴിഞ്ഞിരിക്കുന്നു. ഈ കൃപ നമുക്ക് സ്വീകരിക്കണോ? ഈ സ്വീകരിക്കണമെങ്കിൽ ഞാൻ എന്തു ചെയ്യണം? ആ പാപം, ആ 1 2 3 4 പാപം ഞാൻ ചെയ്തതാണ് കേട്ടോ, ഞാൻ സ്വീകാർ കർത്താവും, ഞാനത് പാപം ഞാൻ ചെയ്തു എന്ന് ഞാൻ സ്വീകാർ കർത്താഹേ എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കണം. അത് ശരി. അപ്പോൾ ആ 1 2 3 4 പാപമാണ് നീ ചെയ്തതല്ലേ? ഓക്കെ, ശരി, ആ പാപം എന്നാൽ അതിൻ്റെ കൃപ നിനക്ക് തരുന്നു. കാരണം ആ പാപം യേശു ഏറ്റെടുത്തിട്ട് ആ സ്ഥാനത്ത് കൃപ വന്നു. പക്ഷെ ആ കൃപ നിനക്ക് എങ്ങനെ കിട്ടും? ആ 1 2 3 4 പാപം ഞാൻ ചെയ്തതാണ് കേട്ടോ. ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് അത് ഏറ്റെടുത്തുവെന്നും ഞാൻ ഈ മേലിൽ പാപം ചെയ്യാതിരിക്കാനും കൂടിയാണ് ഈ കൃപ. കൃപ നമ്മിലേക്ക് വന്നു കഴിഞ്ഞാൽ കൃപയുടെ ഫഷീഡനെ ഡിഫറെൻ്റ് വേ ഓഫ് വർക്കിംഗ്, കൃപയുടെ ഒരു വർക്കിംഗ് പാപത്തെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണെങ്കിൽ മറ്റൊരു വർക്കിംഗ് മേലിൽ പാപം ചെയ്യാതിരിക്കാൻ നിൻ്റെ ആത്മാവിനെ രൂപാന്തരപ്പെടുത്തി നിന്നെ പുതിയ സൃഷ്ടിയാക്കുക എന്നതാണ്. കുമ്പസാരത്തിൽ തന്നെ ഉള്ളൊരു കാര്യമാണ്. കുറച്ച് ദിവസം മുമ്പ് പരിശുദ്ധ പിതാവ് ഇത് പറഞ്ഞോളൂ. പരിശുദ്ധ പിതാവ് പറയാണ്, കുമ്പസാരം എന്ന് പറഞ്ഞാൽ പാപം മാറ്റുക മാത്രമല്ല, നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ആയിട്ട് രൂപാന്തരപ്പെടുത്തുക കൂടി ചെയ്യുകയാണ് കുമ്പസാരം. അതായത് മേലിൽ പാപം ചെയ്യാൻ പറ്റില്ല എന്ന കൃപയുടെ ഒരു പ്രവർത്തനമുണ്ട്. അതുകൂടി വിശ്വസിക്കണം നമ്മൾ. അതുകൊണ്ടാണ് പാപിനിയായ സ്ത്രീയോട് ഈശോ പറഞ്ഞത്, മകളെ, ആരും നിന്നെ ശിക്ഷിച്ചില്ലേ? ഇല്ല കർത്താവേ, ഞാനും നിന്നെ ശിക്ഷിക്കുന്നില്ല, സമാധാനമായി പോവുക. സമാധാനമായി പോവുക എന്ന് പറഞ്ഞ് കർത്താവ് അവളെ അനുഗ്രഹിക്കുകയാണ്. സമാധാനമായി പോവുക. ഇപ്പം നമ്മുടെ സീറോ മലബാർ കുർബാനയിലെ സമാധാനം നമ്മുടെ കൂടെ ഇങ്ങനെ പറയാറില്ലേ? ഇവിടെ അങ്ങനെയല്ല കേട്ടോ. സാധാരണ നമ്മുടെ ഇടവകകളിലൊക്കെ ഒരു സമാധാനം ഇല്ലാണ്ടാണ് പിള്ളേർ ഇങ്ങനെ പറയണേ. ഇതൊക്കെ നമ്മൾ മാറ്റം വരും. എന്തർത്ഥത്തിലാണ് ഈ പറയണേ? സമാധാനം നമ്മുടെ കൂടെ. ക്രിസ്തുവാണ് നമ്മുടെ സമാധാനം. അതാ എഫേസ്യസ് 2:14 അവൻ നമ്മുടെ സമാധാനമാണ്, ഇരുകൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു. ഇരുകൂട്ടരെയും ഒന്നിപ്പിക്കുന്നു പറയുന്നത് ദൈവത്തിൻ്റെ യേശു തൻ്റെ ശരീരത്തിലൂടെ മനുഷ്യരുടെ പാപങ്ങൾ ഏറ്റെടുത്ത് പാപിയായ മനുഷ്യനും പരമപരിശുദ്ധനായ ദൈവവുമായിട്ട് ശത്രുതയിലായിരുന്ന അവരെ യേശുവിലൂടെ റീകൺസൈൽ ചെയ്തു. റീകൺസിലിയേഷൻ. കുമ്പസാരത്തിന് വേറൊരു വാക്ക് എന്താ ഉള്ളത്? റീകൺസിലിയേഷൻ. ആരുമായിട്ട് റീകൺസൈൽ ചെയ്തു? ദൈവവുമായിട്ട് റീകൺസൈൽ ചെയ്തു. രണ്ടുമായിട്ട് സമാധാനമാക്കി. ആര് മുഖാന്തരമാക്കി സമാധാനം? ക്രിസ്തു. എങ്ങനെയാക്കി? തൻ്റെ ശരീരത്തിൽ ദൈവം തന്നെ മനുഷ്യനായി അവതരിച്ച്, ഈ പാപിയായ മനുഷ്യനായി അവതരിച്ചതോടെ തന്നെ സമാധാനമാകാൻ തുടങ്ങി ഇല്ലേ? ഇപ്പം നമ്മുടെ അയൽവക്കത്തൊരു വീട്ടുകാരനുമായിട്ട് നമ്മൾ സംസാരിക്കാറുണ്ടായിരുന്നില്ല വർഷങ്ങളായിട്ട്. ശത്രുതയായിരുന്നു. അങ്ങനെ ഇരിക്കെ അയാളുടെ മകളുടെ കല്യാണം. അയാൾ വിചാരിച്ച് എന്തായാലും
ഈ കല്യാണത്തിന് അവരെ വിളിക്കണം. അയൽവക്കക്കാരാണ്, നമ്മുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. നമുക്കപ്പം തന്നെ ദേഷ്യമായി, ഇവനെന്താ ഇവിടെ വന്നത്? അപ്പം അവൻ പറഞ്ഞു, അതെ തോമാസേ, ഞാൻ കല്യാണം വിളിക്കാൻ വന്നതാ. നമ്മളപ്പോഴും മുഖം വീർപ്പിച്ചിരിക്കുകയാണ്. എന്നാലും അയാൾ പറഞ്ഞു, തോമാസേ എന്തെങ്കിലും ആവട്ടെ, നമ്മൾ അയൽക്കാരല്ലേ, നമ്മുടെ ഈ ശത്രുത അവസാനിപ്പിക്കാം, നിങ്ങൾ കല്യാണത്തിൽ വരണം, എൻ്റെ മോളുടെ കല്യാണം എന്ന് പറഞ്ഞ് കുറി തന്നു. അത് കഴിഞ്ഞ് അയാൾ പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ പറയാണ്, ഞാൻ പോവില്ല. അപ്പോൾ ഭാര്യ പറയാണ്, അത് സാരമില്ലെന്നേ, നമുക്കങ്ങോട്ട് പോകാം. നമ്മളിനി അയാൾ ഇവിടെ വരെ വന്നില്ലേ, അയാൾ നമ്മളുമായിട്ടുള്ള ശത്രുത അവസാനിപ്പിച്ചില്ലേ, ഇനി നമ്മളത് വെച്ചുകൊണ്ടിരിക്കണോ? കണ്ടോ, അയാൾ നമ്മുടെ വീട്ടിൽ വന്നതോടെ അയാളുടെ വശത്തുനിന്ന് ശത്രുത അവസാനിപ്പിക്കാനുള്ള നീക്കമായി. പക്ഷേ അവസാനിച്ചോ? പൂർണ്ണമായിട്ട് അവസാനിക്കണമെങ്കിൽ നമ്മൾ അത് സ്വീകരിച്ച് അങ്ങോട്ട് പോകും. അങ്ങനെ 1-2 ദിവസം നമ്മൾ മസിൽ പിടിച്ച് നിന്നു. അവസാനം നമ്മൾ പോകാമെന്ന് തീരുമാനിച്ചു. നമ്മൾ ഭാര്യയും കുടുംബസമേതം അവിടെ ചെന്നു അയാൾ കെട്ടിപ്പിടിച്ച് നമ്മളെ സ്നേഹിച്ചു ഇല്ലേ? എന്താ സംഭവിച്ചു? റീകൺസിലിയേഷൻ, സമാധാനമായി. ഇങ്ങനെയാണ് ദൈവം ശത്രുതയിൽ കഴിഞ്ഞിരുന്ന മനുഷ്യവംശത്തിൽ ഒരാളായിട്ട് തൻ്റെ പുത്രനെ അയച്ചേക്കണം. അതോടെ ദൈവത്തിൻ്റെ വശത്തുനിന്ന് മനുഷ്യനോടുള്ള സകല വിരോധവും അവസാനിച്ചു. ഇനി മനുഷ്യൻ ഈ സമാധാനം കിട്ടണമെങ്കിൽ അവൻ അതിന് പ്രത്യുത്തരമായിട്ട് അവൻ അത് സ്വീകരിച്ച് ആ പിതാവിൻ്റെ വാത്സല്യം നിറഞ്ഞ യേശുവിനെ, നമ്മുടെ പാപപരിഹാരത്തിനായി സൗജന്യമായി പാപപരിഹാരം നൽകാൻ കുരിശിൽ മരിച്ച യേശുവിനെ നമ്മളങ്ങ് സ്വീകരിക്കുമ്പോൾ റീകൺസിലിയേഷൻ ആയി. അപ്പോൾ നമ്മളുടെ പാപം മൂലം ദൈവത്തിൽ നിന്നും അകന്നിരുന്ന മനുഷ്യനെ ദൈവത്തിൻ്റെ മുൻകൈയെടുക്കലിലൂടെ ഇതാ ഒരു വചനം വരുന്നു, റോമർ 5:5 എല്ലാവർക്കും അറിയാം. 5:5 എന്താ? പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ഇത് ജോൺ പോൾ രണ്ടാമൻ പറയുന്നത് പ്രത്യേകം മനസ്സിലാക്കണം. നമ്മളിതിങ്ങനെ ഇഷ്ടം പോലെ നമ്പർ അടിച്ച് ഇങ്ങനെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അതിൻ്റെ ആഴം മനസ്സിലാവുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത്, ദൈവം സ്നേഹമാകുന്നു എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് അൺക്രിയേറ്റഡ് ലവ് എന്ന് പറയുന്നത്. ത്രൂ ഹോളി സ്പിരിറ്റ് pour out into our heart uncreated love, that is God himself. ദൈവം തന്നെയായ സ്നേഹത്തെ, സൃഷ്ടിക്കപ്പെടാത്ത സ്നേഹം. ദൈവം സൃഷ്ടിക്കപ്പെട്ടതാണോ? അപ്പോൾ ആ ദൈവം സൃഷ്ടിക്കപ്പെടാത്ത സ്നേഹത്തെ നമ്മളിലേക്ക് തന്നു. അൺക്രിയേറ്റഡ് ലവ്. ആ സ്നേഹം നമ്മുടെ ആത്മാവിൽ വന്നപ്പോഴാണ്, നമ്മളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് ഒഴുകുമ്പോഴാണ് അത് ക്രിയേറ്റഡ് ലവ് ആവുന്നത്. ദൈവം സ്നേഹമാകുന്നു, ദൈവം സൃഷ്ടാവാകുന്നു, ദൈവം അനന്തനാകുന്നു. ആ അനന്ത സ്നേഹം, അപ്പോഴാണ് നമ്മൾ ഈ വാക്കിനൊക്കെ അർത്ഥം വരുന്നത്. അതിരുകളില്ലാത്ത സ്നേഹം. മതി. ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹം, അനന്ത സ്നേഹം, അൺകണ്ടീഷണൽ ലവ് എന്ന് വെച്ചാൽ ദൈവം പാപികളായിരിക്കെ നമ്മളെ സ്നേഹിക്കുന്നു. ഇപ്പം നമ്മൾ ബ്രദറെ
ഞങ്ങളെല്ലാ ദിവസവും പള്ളിയിലൊക്കെ പോണു, ആരാധനയ്ക്ക് പോകണു, സെയ്യോനിൽ പോകുന്നു, ഡിവൈനിൽ പോകുന്നു, അവിടെ പോകുന്നു, എവിടെയൊക്കെ നൈറ്റ് വിജിലുണ്ടോ അവിടെയൊക്കെ ഞങ്ങൾ പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ സ്വർഗത്തിൽ പോകുന്നുള്ളതിന് യാതൊരു സംശയമില്ല. പക്ഷേ ഈ നാമമാത്ര ക്രിസ്ത്യാനികളായിട്ട് പള്ളിയിലൊന്നും പോകാത്ത ആൾക്കാർ അവരെവിടെ പോകും? എവിടെ പോകണം? അവർ നരകത്തിൽ പോകണോ സ്വർഗത്തിൽ പോകണോ? അവർ നരകത്തിൽ പോകണോ സ്വർഗത്തിൽ പോകണോ? അവർ സ്വർഗത്തിൽ പോകണോ? പോകണമെങ്കിൽ നമ്മൾ ഈ പുണ്യപ്രവൃത്തികൾ ചെയ്തതെല്ലാത്തിലൂടെയുള്ള കൃപ മധ്യസ്ഥ പ്രാർത്ഥനയായി അവരിലേക്ക് ഒഴുകണം. നമ്മൾ പരിശുദ്ധാത്മാവും ഈശോവും പ്രാർത്ഥിക്കണ കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മളുടെ മധ്യസ്ഥ പ്രാർത്ഥന ഒന്ന് പ്രാർത്ഥിച്ചേ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകത്തിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും, എല്ലാവരും ഉച്ചത്തിൽ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങയുടെ കാരുണ്യം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. ഈശോ ഒരു വീട്ടിൽ വചനം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്നപ്പോൾ പെട്ടെന്ന് അവിടെ മുകളിലൊരു കട്ടാമ്പാറ കൊണ്ട് ആരാണ്ട് കുത്തണം. ഇതെന്താ ഒച്ച കേൾക്കണേ? കൂട് പൊളിക്കണം. കൂട് പൊളിച്ചു. ഇതെന്ത് ചെയ്യണേ? ഒരാളെ താഴോട്ട് കെട്ടിയിറക്കണം. അവിടെ 4 കന്യാസ്ത്രീമാരവിടെ നിൽക്കുന്നുണ്ട്. ആ 4 കന്യാസ്ത്രീമാരുടെ 8 കണ്ണുകൾ ഇങ്ങനെ തിളങ്ങാണ്. വേറെ ഒന്നും മുഖമൊന്നും കാണാൻ പറ്റണില്ല, ബൾബ് മാതിരി. ആ കണ്ണുകൾ പറയണത് എന്താ? കർത്താവേ, എന്താ ഞങ്ങൾ വിശ്വസിക്കുന്നു, നിന്റെ അടുത്ത് കൊണ്ടുവന്ന ബാക്കി എല്ലാ കാര്യവും നീ ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കണം. അതുകൊണ്ട് വല്ലവരുടെ കൂരൊക്കെ പൊളിച്ചാൽ ഇറക്കിയേക്കണം. പോലീസ് വരുമെന്ന് അറിഞ്ഞൂടാ. വല്ലവരുടെയും വീട് പൊളിച്ചാൽ പോലീസ് പിടിക്കൂലേ? അതൊന്നും ഞങ്ങൾക്കിപ്പോൾ പ്രശ്നമില്ല. പോലീസ് പിടിക്കണമെങ്കിൽ പിടിക്കട്ടെ, ഇയാളെ രക്ഷിച്ചിട്ടേ കാര്യമുള്ളൂ. കന്യാസ്ത്രീമാർക്ക് സന്തോഷമായി. കർത്താവ് കുറച്ചു നേരം അത് നോക്കി നിന്ന്. സുവിശേഷകൻ എഴുതിയിരിക്കുകയാണ്, അവരുടെ വിശ്വാസം കണ്ടിട്ട് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു. അവൻ തളർന്നു കിടക്കുകയാണ്, അവന് ബുദ്ധിയില്ല, ബോധ്യമില്ല, അവന് വിശ്വാസമുണ്ടോ? അവൻ്റെ വിശ്വാസത്തിൻ്റെ ഫങ്ഷനാലിറ്റി തന്നെ പ്രവർത്തിക്കുന്നില്ല. വിശ്വാസം ഫങ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഞരമ്പിന് ഇതൊക്കെ വേണ്ടേ? തളർവാദ രോഗിയോട് എന്ത് പറഞ്ഞു? ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ. ഒന്ന്, നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ എന്ത് പറഞ്ഞു? നിന്റെ കിടക്ക എടുത്തുകൊണ്ട് നടക്കുക എന്നോട്ട്. വേറെ എന്തോ കൂടി പറഞ്ഞു. പാവം രക്ഷിക്കാൻ മനുഷ്യത്തിന് അധികാരമുണ്ടെന്ന് അവനോടല്ല പറഞ്ഞു. അത് പരിസേര് ഉണ്ടാക്കി ഇവരെന്തിപ്പറഞ്ഞേ പാവം ക്ഷമിക്കുന്നോ? അപ്പോഴാണ്. പക്ഷേ ഇവിടെയാണ് ബൈബിൾ വായിക്കുമ്പോഴേ അതിനകത്ത് ഏറ്റവും ചെറിയ വാക്കുകളെ മുറുക്കെ പിടിക്കണം. ഒരു ചെറിയ വാക്ക് ഇതിൻ്റെ അകത്ത് പറഞ്ഞത് നിങ്ങൾ ആരും പറഞ്ഞില്ല, എല്ലാവരും തോറ്റിരിക്കണം. എന്ത് പറഞ്ഞു? മകനെ. കണ്ടോ, അവൻ ഇത്രയും വലിയ പാപിയാണ്, അവൻ അതുമൂലം തളർവാദത്തിലാണ്. എങ്കിലും അവനെ ഇപ്പോൾ ഈ 4 കന്യാസ്ത്രീമാരുടെ വിശ്വാസത്തിൻ്റെ പേരിൽ അവനെ കർത്താവ് ആരാക്കി മാറ്റിയിരിക്കുന്നു? മകനാക്കി മാറ്റിയിരിക്കുന്നു. ഒന്ന് പറഞ്ഞേ, ഒന്ന് വാത്സല്യത്തോടെ പറഞ്ഞേ, മകനേ. ഒന്നുകൂടി എല്ലാവരും ഒന്ന് പറഞ്ഞേ, മകനേ. നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. കട്ടിലുമെടുത്തുകൊണ്ട് പോകുക.
അപ്പോൾ ഇവിടെ ഇതാണ് മധ്യസ്ഥ പ്രാർത്ഥന. അവന് വിശ്വാസമില്ല, പക്ഷേ നമ്മുടെ വിശ്വാസത്തിന് ഇങ്ങനൊരു പോസിബിലിറ്റി ഉണ്ട്. നമ്മുടെ വിശ്വാസം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മാത്രമുള്ളതല്ല. അതാണ് ഞാൻ പറഞ്ഞില്ലേ, നല്ല കള്ളൻ സ്വർഗത്തിൽ പോയി. നല്ല കള്ളൻ സ്വർഗത്തിൽ പോയോ ഇല്ലയോ? പോയി. അങ്ങനെ നല്ല കള്ളനെ പോലെ സ്വർഗത്തിൽ പോകാനല്ല നമ്മൾ വിളിച്ചിരിക്കുന്നത്. നമ്മൾ മറ്റനേകരെയും കൊണ്ട് സ്വർഗത്തിൽ പോകണം. നമ്മളവിടെ ചെല്ലുന്നതിന് മുമ്പ് മറ്റനേകരെ നമ്മൾ സ്വർഗത്തിൽ കയറ്റണം. നമ്മളവിടെ ചെല്ലുമ്പോഴേക്കും അവിടെ വലിയൊരു സമൂഹം നമ്മൾ സ്വീകരിക്കാൻ ഉണ്ടാകും. നിങ്ങളെല്ലാവരെയും സ്വീകരിക്കാനുണ്ടാവും. കാരണം നിങ്ങൾ ഇത്രയും നാൾ ചെയ്ത ശുശ്രൂഷകളിലൂടെ അനേകർ സ്വർഗത്തിലെത്തിയിട്ടുണ്ട്. പ്രൈസ് ദ ലോർഡ്. നിങ്ങൾ കൊടുത്ത മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ, ഈ മധ്യസ്ഥ പ്രാർത്ഥനക്കാർക്ക് ഒരു കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണം, ആരും ഞങ്ങളുടെ കാര്യത്തിന് വലിയ ഗവനിക്കാറില്ല എന്നുള്ളതാണ്. ഒരു ധ്യാനമൊക്കെ കഴിഞ്ഞാൽ എല്ലാവർക്കും നന്ദി പറയും, പ്രത്യേകിച്ച് അടുക്കളക്കാർക്കൊക്കെ നന്ദി പറയേ തീരുള്ളൂ. പക്ഷേ മധ്യസ്ഥ പ്രാർത്ഥനക്കാരെ മറന്നുപോകും, ഇല്ലേ? മധ്യസ്ഥ പ്രാർത്ഥനക്കാരെ. അപ്പോൾ ഞാൻ പറയാറുണ്ട്, വിഷമിക്കണ്ട, സ്വർഗത്തിലുള്ളവർക്ക് എല്ലാവർക്കും നിങ്ങളെക്കുറിച്ച് അറിയാം. ആണോ? അതുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥനക്കാരുടെ കാര്യം ഇങ്ങനെയാണ്. നമ്മളൊരു രഹസ്യമായ ശുശ്രൂഷയാണ്, ആർക്കും അറിയണ്ടാവില്ല. ഇപ്പം ഇവിടെ ഈ മലയിൽ പല സ്ഥലത്തും ചാപ്പലിൽ ഇരുന്ന് ഇപ്പം തന്നെ പ്രാർത്ഥിക്കണ്ടാവും. അത് സ്വർഗത്തിലെത്തി ഇവിടേക്ക് കൃപ വരുന്നുണ്ടാകാം. അങ്ങനെ സ്വർഗത്തിലുള്ള എല്ലാവർക്കും ഈ മധ്യസ്ഥ പ്രാർത്ഥനക്കാരെ അറിയാം. അവർ 24 മണിക്കൂറും ഈശോയുടെ മുമ്പിലിരുന്ന് ആരാധിക്കുന്നവരാണ്. അവരനേകം ആത്മാക്കളെ സ്വർഗത്തിലേക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. വലിയൊരു കാര്യമാണ് മധ്യസ്ഥ പ്രാർത്ഥന, വലിയൊരു കാര്യമാണ്. 100-ൽ പരം അഡോറേഷൻ സെൻറ്റേഴ്സ് ഭാരതത്തിൽ തുടങ്ങിയിട്ടുള്ള ആളാണ്. ഞങ്ങളുടെ ശുശ്രൂഷയിലൂടെ 24 മണിക്കൂറും പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷകൾ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിശ്വാസത്തിൻ്റെ കരുത്ത് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം രക്ഷ മാത്രമല്ല, നമ്മുടെ പ്രാർത്ഥനകളിലൂടെയും പ്രവൃത്തികളിലൂടെയും സുവിശേഷ ശുശ്രൂഷകളിലൂടെയും അനേകരെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ഇതെല്ലാം പറഞ്ഞു വന്നത്, അണലിപ്പാമ്പിൻ പൈതങ്ങളെ നിങ്ങൾ എപ്പിടി നന്മ ചെയ്യ മുടിയും? അണലിപ്പാമ്പിൻ കുഞ്ഞിൻ്റെ ഉള്ളിൽ വിഷം വന്നത് എവിടെ നിന്നാണ്? ആ കുഞ്ഞിൻ്റെ കുറവ് കൊണ്ടാണോ? എന്ന പോലെയാണ് മനുഷ്യവംശം മുഴുവനും. മനുഷ്യവംശം മുഴുവനിലും വിഷം, പാപം വന്നത് ഉത്ഭവപാപത്തിലൂടെയാണ്. ഈ ഉത്ഭവപാപത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ആ അർത്ഥത്തിലാണ് ഈശോ പറഞ്ഞത്, പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തും എന്ന് പറയുന്നതിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയും കാറ്റഗിസത്തിലുള്ള പ്രബോധനങ്ങളിൽ ഇതാണ്. നമ്മളൊക്കെ പണ്ട് ധ്യാനം നടത്തിയിരുന്നപ്പോഴും ധ്യാനിച്ചപ്പോഴൊക്കെ നമ്മുടെ പാപത്തെക്കുറിച്ചാണ് ചിന്തിക്കണേ. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മുടെ പാപബോധവും പശ്ചാത്താപവും നമുക്കുണ്ടാവും. അതുമാത്രം പോരാ, പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉത്ഭവഭാവത്തെക്കുറിച്ചുള്ള അറിവ് തരണം. ഉത്ഭവഭാവത്തെക്കുറിച്ച്, ആ ഉത്ഭവഭാവം മൂലം മനുഷ്യവംശം മൂലം പാപത്തിലായെങ്കിൽ ഉത്ഭവ വിശുദ്ധിയിൽ നിന്നും അകന്നു എങ്കിൽ ആ ഉത്ഭവ വിശുദ്ധിയെ വീണ്ടെടുക്കാനാണ് കർത്താവ് ചോദിക്കുക രണ്ടാമത്തെ ആദം അവതരിച്ചത്. ആ രണ്ടാമത്തെ ആദമായ യേശു വന്ന് മനുഷ്യവംശത്തിൻ്റെ മുഴുവൻ പാപം ഏറ്റെടുത്തു. ആ പാപം ഏറ്റെടുത്തതിൻ്റെ പാപമോചന കൃപാവരത്തിലൂടെയാണ് നമ്മുടെ എല്ലാ കൂദാശകളിലും നമുക്ക് ലഭിക്കുന്നത്. ജ്ഞാനസ്നാനം, തൈര്യലേപനം, കുർബാന,
കുമ്പസാരമില്ല. അപ്പോൾ നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്, ഇപ്പോഴും നമ്മളിൽ ചില പാപങ്ങൾ നിലനിൽക്കുന്നു എങ്കിൽ അതിൻ്റെ പ്രധാന കാര്യം ഈ ഉത്ഭവ വിശുദ്ധിയെക്കുറിച്ചും ഉത്ഭവ പാപത്തെക്കുറിച്ചും ആ രക്ഷാകര എക്കോണമി അല്ലെങ്കിൽ ആ രക്ഷാകര പ്രവൃത്തിയുടെ യൂണിവേഴ്സാലിറ്റിയെക്കുറിച്ചും നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കാത്തത് കൊണ്ടാണ്. അതാണ് ഈശോ പറഞ്ഞത്, പാപത്തെക്കുറിച്ച് എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ എന്നിൽ വിശ്വസിക്കാത്തത് കൊണ്ട് പാപത്തെക്കുറിച്ച്. സ്നേഹമുള്ളവരെ, ഞാൻ അധികം സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പറയാണ്. ഇന്ന് നിങ്ങൾ കുമ്പസാരിക്കുമ്പോൾ സാധാരണ കുമ്പസാരിക്കുന്ന മാതിരിയുള്ള പാപങ്ങളെല്ലാം നിങ്ങളുടെ അറിയാലോ. പക്ഷെ അതിനേക്കാൾ ഉപരിയായി നിങ്ങൾ പരിശോധിക്കേണ്ടത്, നമ്മൾ ഇത്രയും നാളും വിശ്വസിച്ച വിശ്വാസത്തിലുള്ള അന്ധത എന്തെങ്കിലും ഉണ്ടോ? അത് പറഞ്ഞ് കുമ്പസാരിക്കണം. താൻ പാതി ദൈവം പാതി. ഇതാരെങ്കിലും വലിയ പാപമെന്ന് വിചാരിച്ചോ? എന്നാൽ വലിയ പാപമാണത്. മനസ്സിലാവുന്നുണ്ടോ? അധികമായാൽ അമൃതും വിഷം. ഈ ഒരു ചിന്തയുണ്ടെങ്കിൽ അത് വലിയ പാപമാണ്. എങ്ങനെയാണ് വലിയ പാപം എന്ന് പറയുന്നത്? ഈ അമൃത് അല്ലെങ്കിൽ ഈ ദൈവം സമ്പൂർണമായിട്ട് നമ്മളിൽ തന്നിരിക്കുകയാണ്. കർത്താവ് ഈശോയുടെ കൃപാവരം നാം എല്ലാവരിലും സമ്പൂർണമായി തന്നിരിക്കെ നമ്മൾ വിചാരിക്കണത്, ഓ ഒരല്പേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ കേട്ടോ, എനിക്കിപ്പോഴും അല്പം കിട്ടിയിട്ടുള്ളൂ. ഒന്ന് ആലോചിച്ചു നോക്കി, കർത്താവ് എന്ത് ചെയ്യും? എന്ത് ചെയ്യും? ഞാനിനി എന്ത് ചെയ്യണം? ഞാൻ അവന് മുഴുവനും എന്നെ തന്നെ കൊടുത്തിട്ടും അവൻ വിചാരിക്കണത് എനിക്കൊരല്പേ കിട്ടിയിട്ടുള്ളൂ. എപ്പോഴും കംപ്ലൈൻറ്റ് കംപ്ലൈൻറ്റ് കംപ്ലൈൻറ്റ്. എനിക്കൊന്നും കിട്ടിയില്ല, എനിക്കൊന്നും കിട്ടിയില്ല, എനിക്കൊന്നും കിട്ടിയില്ല. ഞാൻ ഇത്രയും നാൾ ട്യൂഷൻ നയിച്ചിട്ട് എന്ത് കിട്ടി? ഇത്രയും നാളും ഇവിടെ അട്ടപ്പാടിയിൽ വന്നിട്ട് എനിക്ക് എന്ത് കിട്ടി? എടോ, താൻ ഇത്രയും നാൾ അട്ടപ്പാടിയിൽ പോയിട്ട് എന്ത് കിട്ടി? ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് പശ്ചാത്തപിക്കേണ്ടത്. കർത്താവ് തന്നെ മുഴുവനായി നമുക്ക് തന്നിട്ടും നമ്മുടെ അജ്ഞത കൊണ്ട്, അതാണ് ഈശോ ഫരിസേയരോട് പറഞ്ഞത്, നിങ്ങൾ എന്നിൽ വിശ്വസിക്കാത്തത് കൊണ്ട് പാപത്തെക്കുറിച്ച്. അപ്പം എന്താണ് പ്രധാന പാപം? വിശ്വസിക്കായികയാണ്. ഈശോ വന്നിരിക്കുന്നത് നമ്മുടെ പാപത്തെ ഏറ്റെടുക്കാനാണ്. പക്ഷെ എങ്ങനെയാണ് യേശു ഏറ്റെടുക്കുന്നത്? യേശുവിൽ നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കുമ്പോൾ നമ്മുടെ പാപം പൂർണ്ണമായി പോകും. ഇത്രയും നാളായിട്ടും പാപങ്ങൾ ചിലത് പോയിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതാണ്. എന്നോട് ക്ഷമിക്കണം, ഞാനിത് പറയണത് ഇത്തിരി കട്ട് ആൻഡ് ഡ്രൈ ആയിട്ട് പറയാണ്. കാരണം ഇതിലൂടെയാണ് പാപം ചെയ്യാൻ സാധിക്കാത്ത തരത്തിലുള്ള സമ്പൂർണ്ണ പാപവിമോചന ശക്തി നമ്മളിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. നമ്മെ ശുദ്ധീകരിക്കുന്ന, അല്ലെങ്കിൽ നമ്മെ പൗത്രീകരിക്കുന്ന കർത്താവ് ഈശോയുടെ കൃപാവരം നാം എല്ലാവരിലും സമ്പൂർണമായിട്ടുണ്ട്. എന്നിട്ട് അച്ഛൻ ആ കുർബാന സ്വീകരണ സമയത്ത് പറയണത്, കർത്താവ് ഈശോയുടെ ശരീരവും രക്തവും നിങ്ങളുടെ പാപമോചനത്തിനും നിത്യജീവനുമായിട്ട് നൽകുന്നു. ഇത് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ടാണോ സ്വീകരിച്ചത്? അഥവാ പരിശോധിക്കൂ. അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോഴാണ് ശരിക്കത് വിശ്വസിച്ചതെങ്കിൽ അതേറ്റു പറയൂ. ഇത്രയും നാളും ഞാൻ സ്വീകരിച്ചുവെങ്കിലും ഞാനത് ഇത്രയും വിചാരിച്ചിരുന്നില്ല. അതിനുശേഷം വൈദികൻ കാസയും പീലാസയും തുടയ്ക്കുന്ന സമയത്ത് പറയാൻ, മനുഷ്യവർഗത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തുവെ, ഞങ്ങൾ സ്വീകരിച്ച ദിവ്യരഹസ്യങ്ങൾ ഞങ്ങളുടെ ശിക്ഷാവിധിക്ക് കാരണമാകാതെ ഞങ്ങളുടെ കടങ്ങളുടെയും പാവങ്ങളുടെയും പൊറുതിക്കും നല്ല കള്ളനോടൊപ്പം ഞങ്ങളുടെ സ്വർഗഭാഗ്യത്തിനും കാരണമാകണേ. അതിനുശേഷം വിശ്വാസികൾ പറയുകയാണ്, വിശ്വാസപൂർവ്വം ഞങ്ങൾ സ്വീകരിച്ച ദിവ്യരഹസ്യങ്ങൾ ഞങ്ങളുടെ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇതൊക്കെ എല്ലാ ദിവസവും പറയണ്ടെങ്കിലും നമ്മൾ ശരിക്കും വിശ്വസിക്കാത്തത് കൊണ്ട് വീണ്ടും അതേ പാപങ്ങൾ തന്നെ ചെയ്തു പോകുന്നു.
ഇവിടെയാണ് യോഹന്നാൻ്റെ ലേഖനത്തിൽ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൽ 9-ാമത്തെ വചനത്തിൽ പറയാണ്, ദൈവത്തിൽ നിന്ന് ജനിച്ച 1 യോഹന്നാൻ 3:9 ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല, കാരണം ദൈവ ചൈതന്യം അവനിൽ വസിക്കുന്നു. അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനായതുകൊണ്ട് അവന് പാപം ചെയ്യാൻ സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഒന്ന് കരം ഉയർത്തി ഒന്ന് ഏറ്റുപറയുക മാത്രം. ഇതങ്ങ് വിശ്വസിച്ചേ. നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണോ? പറയും. നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണോ? ഇന്നത്തെ അവസ്ഥയിൽ നമ്മൾ ജനിച്ചവരല്ലേ? ദൈവത്തിൽ നിന്ന് ജനിച്ചവരല്ലേ? ഓക്കെ, ആ ബോധ്യത്തോടെ ഒന്ന് പ്രഖ്യാപിക്കുക. ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല. കാരണം ദൈവ ചൈതന്യം അവനിൽ വസിക്കുന്നു. അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനായതുകൊണ്ട് അവന് പാപം ചെയ്യാൻ സാധ്യമല്ല. Praise the Lord. ഈ അർത്ഥത്തിലാണ് ഈശോ ആ പാപിനി അവളോട് പറഞ്ഞത്, മകളെ സമാധാനമായി പോവുക, മേലിൽ പാപം ചെയ്യരുത് എന്ന് പറയണത്. മേലിൽ പാപം ചെയ്യാൻ നിനക്കിനി പറ്റില്ല. കാരണം നീ നിന്റെ രക്ഷകനെ മുഖാമുഖം കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഇനി നിനക്ക് പാപം ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ക്രിസ്തീയത എന്ന് പറയുന്നത് അതിൻ്റെ സമ്പൂർണമായ അനുഭവത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ആ വ്യക്തിക്ക് പാപം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് പല സ്ഥലത്തും നമ്മൾ പല പ്രാവശ്യം ഞാൻ പറഞ്ഞു, സമ്പൂർണ്ണം. കടുകുമണി എന്ന് പറഞ്ഞാൽ എന്താണ്? അനന്തമായ ദൈവത്തിൽ നിന്നുമുള്ള ഓഹരിയാണ്. കർത്താവാണെൻ്റെ ഓഹരിയും പാനപാത. ആ ഓഹരി വിശിഷ്ടമായ അവകാശം എനിക്ക് അവകാശമാണ്. കർത്താവ് എൻ്റെ അവകാശമാണ്. യേശുക്രിസ്തു എൻ്റെ അവകാശമാണ്. പുനരുത്ഥാനം എൻ്റെ അവകാശമാണ്. അതെനിക്ക് കിട്ടി കഴിഞ്ഞിരിക്കുന്നു. വിശ്വസിച്ചേ, അതെനിക്ക് കിട്ടി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ കിട്ടിക്കഴിഞ്ഞിരിക്കെ നമുക്ക് വീണ്ടും പാപം ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഇനി വീണ്ടും പാപം ചെയ്തു